നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പോത്താനിക്കാട് ഗ്രാമത്തിൽ അനേകായിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ലോവർ പ്രൈമറി സ്കൂളിന് 121 വയസ്സ്. പോത്താനിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ 121ാം വാർഷികാഘോഷം അതിവിപുലമായി സംഘടിപ്പിച്ചു. അനേകായിരങ്ങൾക്ക് അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകി ഒരു നാടിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന സരസ്വതി ക്ഷേത്രമാണ് പോത്താനിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ. ഈ സർക്കാർ വിദ്യാലയത്തിന്റെ 121ാമത് വാർഷികാഘോഷം എക്ലാഷ്യ എന്ന പേരിൽ അതിവിപുലമായി ആഘോഷിച്ചു. PTA പ്രസിഡന്റ് പ്രജീഷ് KD പതാക ഉയർത്തിയതോടെ എക്ലാഷ്യ 2K26 തുടക്കമായി. വാർഷിക ആഘോഷ പരിപാടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK എറണാകുളം, കോതമംഗലം BRC എന്നിവയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനാചരണവും മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. 67 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരു പ്രത്യേകത ഉള്ളത് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്തുള്ളതിലെ ഗവൺമെന്റിലുള്ളതിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിൽ ഒന്നാണ് പോത്താനിക്കാട് LP സ്കൂൾ. 121 വർഷം അല്ലേ, 121 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഇതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും 97 കുട്ടികളുണ്ടാണ്. അത് 100 കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഒരേ ഒരു മാനദണ്ഡമുള്ളൂ. ഞാൻ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിനോ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനോ എൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആദ്യ പരിഗണന പൊതുവിദ്യാലയങ്ങൾക്കാണ് പൊതുവായി. രണ്ടാമത്തെ പരിഗണന കുട്ടികളുടെ എണ്ണമാണ്. പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മറ്റ് സ്കൂളുകളിൽ നിന്നും ഭൗതിക സാഹചര്യം മോശമുള്ള സ്കൂളിന് ആദ്യ പരിഗണന കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജേക്കബ് വർഗീസ്, റാണിക്കുട്ടി ജോർജ് എന്നിവർ ചേർന്ന് പ്രൊഫഷൻസി അവാർഡുകൾ വിതരണം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എബ്രാഹിം, വാർഡ് മെമ്പർ സാബു വർഗീസ് എന്നിവർ SSLC വിജയികളെ ആദരിച്ചു. VG ജോബി, അലൻഷ്യ റോബി, PH വിനയത്ത്, EV രാജി, ജോസ് വർഗീസ്, KS എൽദോസ്, KK സൽമ, KK റംല, ഹെഡ്മാസ്റ്റർ ബിനു ജോസഫ്, MPTA ചെയർപേഴ്സൺ മനീഷ സിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ MLA പറഞ്ഞതുപോലെ, ഹെഡ്മാസ്റ്റർ പ്രതിപാദിച്ചതുപോലെ 2-3 തലമുറയിലെ ആളുകൾ പോത്താനിക്കാട് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി കടന്നുപോയിട്ടുണ്ട്. പോത്താനിക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയില് ആദ്യമായി 100% സാക്ഷരത നേടിയ ഒരു പഞ്ചായത്താണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ കോർത്തിണക്കിയ കലാസന്ധ്യയും പ്രശസ്ത TV മിമിക്രി താരം അരുൺ ഗിന്നസ് അവതരിപ്പിച്ച വൺമാൻ ഷോയും അരങ്ങേറി. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.